Audio Jungle. Audio Jungle. നമ്മൾ 4-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 4-ാം ദിവസം നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ്, നമ്മുടെ ക്യാഷ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നതിന് മുമ്പ് ക്യാഷ് ബുക്കിൽ നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് കാണിച്ചിരിക്കുകയാണ് 5500 രൂപ. ഒരു ട്രാൻസാക്ഷനും നടന്നിട്ടില്ല. ഇന്ന് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ട്രോളി വാടകയ്ക്ക് എടുക്കുന്നതിന് പകരം ട്രോളി വാങ്ങാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് 10,000 രൂപ ലോൺ എടുക്കുന്നു. ഈ 10,000 രൂപ കൊടുത്ത് ഒരു ട്രോളി വാങ്ങുന്നു. പിന്നെ വീണ്ടും 5,000 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങി അത് വിൽക്കുന്നു. 7,000 രൂപയ്ക്ക്. അതുകൂടാതെ മറ്റ് ചിലവുകളായിട്ട് 200 രൂപ വരുന്നു. കൂടാതെ 250 രൂപ ട്രോളിയുടെ ലോണിലേക്ക് തിരിച്ചടയ്ക്കുന്നു. ഇത്രയും ട്രാൻസാക്ഷൻസാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഇത് ഓരോന്ന് നമ്മുടെ അക്കൗണ്ട് ബുക്കിൽ നമുക്ക് എൻട്രി ചെയ്യണം. ഒന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത്, ട്രോളി വാങ്ങുന്നതിന് വേണ്ടി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് 10,000 രൂപ ലോൺ എടുക്കുന്നു. ഇതൊരു ലോൺ അക്കൗണ്ടാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. സെക്യൂരിറ്റി ഒരു പക്ഷേ ഈ ട്രോളി തന്നെയായിരിക്കും അതിൻ്റെ സെക്യൂരിറ്റി. ബാങ്കിൻ്റെ കണ്ടീഷൻ എന്താ വെച്ചാൽ ഡെയിലി 250 രൂപ വെച്ച് തിരിച്ചടക്കുക എന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ലോൺ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ലോണായിട്ട് എടുക്കുന്നത് കൊണ്ട് അത് ലയബിലിറ്റിയിൽ സെക്യൂർഡ് ലോണിൻ്റെ കീഴിൽ നമുക്ക് ഓൾറെഡി 2 ലോണുണ്ട്. അൺസെക്യൂർഡായിട്ട് നാസറിൻ്റെ അടുത്ത് നിന്ന് 1000 രൂപ എടുത്തതും അതേപോലെ തന്നെ മുഹമ്മദിൻ്റെ അടുത്ത് നിന്ന് 1000 രൂപ എടുത്തു. ഇവിടെ നമ്മൾ ബാങ്കിൽ നിന്നൊരു ലോൺ എടുക്കുന്നു. സെക്യൂർഡ് ലോണാണ്. അപ്പോൾ ബാങ്ക് ലോൺ ഫോർ ട്രോളി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓപ്പണിംഗ് ബാലൻസ് 0 ആയിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഈ അക്കൗണ്ട് വഴി 10,000 രൂപ കമ്പനി വാങ്ങിയാണ്. പുതിയൊരു അക്കൗണ്ട്, ഈ വാങ്ങിയ ട്രോളി എന്ന് പറയുന്ന ഒരു ആസറ്റാണ്. അങ്ങനൊരു ആസറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അത് നമ്മൾ സൂക്ഷിക്കണം. നമ്മളുടെ അസറ്റ് അത്രയും വർദ്ധിക്കുകയാണ്. 10,000 രൂപ എടുത്ത് ട്രോളി വാങ്ങുമ്പോൾ ആ 10,000 രൂപയുടെ ട്രോളി ഒരു അസറ്റായിട്ട് നമ്മൾ കമ്പനി രേഖപ്പെടുത്തണം. അപ്പോൾ അസറ്റിൻ്റെ കീഴിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു ട്രോളി. ഇനി നമ്മൾ ട്രാൻസാക്ഷൻ ഓരോന്നായിട്ട് എൻട്രി ചെയ്യണം. ട്രോളി വാങ്ങുന്നതിനുള്ള 10,000 രൂപ ക്യാഷ് റെസിപ്റ്റായിട്ട് ലഭിക്കുന്നു. ക്യാഷ് റെസിപ്റ്റ് ബാങ്ക് ലോൺ ഫോർ ട്രോളി എന്ന് പറയുന്ന അക്കൗണ്ട് വഴി 10,000 രൂപ കമ്പനിയിലെത്തുന്നു. രൂപയുടെ ഒരു വൗച്ചർ, ക്യാഷ് റെസിപ്റ്റ് വൗച്ചർ നമ്മൾ എൻട്രി ചെയ്തു. അവിടെ വേണമെങ്കിൽ ഒരു നോട്ട്സും കൂടി നമ്മൾ കൊടുത്തു. ഇനി ഈ കിട്ടിയ 10,000 രൂപ കൊടുത്ത് ഒരു ട്രോളി വാങ്ങിയാണ്. അപ്പോൾ ഈ കിട്ടിയതിൻ്റെ വരെയുള്ള ക്യാഷ് ബുക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രൂപയായിരുന്നു നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഇന്നത്തെ ഉണ്ടായിരുന്നത്. ഡേറ്റ് ഇന്ന് 4-ാം തീയതി. 4/4 ക്യാഷ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകെ ഒരു എൻട്രിയാണ്. 10,000 രൂപ വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് 15,500. 5,500 രൂപ നമ്മുടെ അടുത്തുണ്ടായിരുന്ന ഓപ്പണിംഗ് ബാലൻസ്. 10,000 രൂപ ബാങ്കിൽ നിന്ന് വന്നത്. ഇത് നമ്മൾ ട്രോളി വാങ്ങുകയാണ് ഒരു ക്യാഷ് പേയ്മെൻറ്റ് വഴി. അത് നമ്മൾ വാങ്ങിയെടുക്കുന്നത് ട്രോളി അക്കൗണ്ടിലേക്കാണ്. ട്രോളി 10,000 രൂപ കൊടുത്ത് ട്രോളി വാങ്ങി.
വേണമെങ്കിൽ അവിടെയും നോട്ട്സ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എവിടെ നിന്നാണോ വാങ്ങിയത് അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ അത് നോട്ട്സായിട്ട് ആ വൗച്ചറിൽ തന്നെ രേഖപ്പെടുത്തി വയ്ക്കാം. ഇവിടെ ഫ്രം CK ട്രേഡേഴ്സ് വേണേൽ ബിൽ നമ്പറൊക്കെ ചേർക്കാം. അപ്പോൾ ആ വൗച്ചർ നമ്മൾ എൻ്റർ ചെയ്തു എന്ന് പറഞ്ഞാൽ 10,000 രൂപ നമ്മൾ ചിലവഴിച്ചതിൻ്റെ വൗച്ചർ. ഇപ്പോൾ ക്യാഷ് ബുക്കിൽ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ക്യാഷ് ബുക്ക് എടുത്താൽ 2 ട്രാൻസാക്ഷൻ നടന്നു. ബാങ്കിൽ നിന്ന് 10,000 രൂപ കമ്പനിയിലേക്ക് എത്തി. കമ്പനി 10,000 രൂപ കൊടുത്ത് ഒരു ട്രോളി വാങ്ങി. ഇപ്പോഴും നമ്മളുടെ ക്യാഷ് ബാലൻസ് 5,500 രൂപ. ഇനി ഇന്നത്തെ മറ്റു ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് പച്ചക്കറി വാങ്ങിച്ചത് 5,000 രൂപയുടെ പച്ചക്കറി വാങ്ങിയിരിക്കുന്നു. അതൊരു ക്യാഷ് പേയ്മെൻറ്റ് വൗച്ചറാണ്. 5,000 രൂപ പർച്ചേസ് അക്കൗണ്ടിൽ കൊടുക്കുന്നു. 5,000 രൂപ കൊടുത്ത് നമ്മൾ കമ്പനി പച്ചക്കറി വാങ്ങി. ഇത് വിറ്റ് കിട്ടിയത് ഒരു ക്യാഷ് റെസിപ്റ്റ് വൗച്ചറിൽ നമ്മൾ വീണ്ടും സാധാരണ പോലെ എൻ്റർ ചെയ്യുന്നു. സെയിൽസ് 7,000 രൂപ സെയിൽസ് നടത്തി. ഇപ്പോൾ ഈ 2 ട്രാൻസാക്ഷൻ നടന്നു. പിന്നെ ഇന്നത്തെ മറ്റ് ചിലവുകൾ 200 രൂപയുണ്ട്. അത് വീണ്ടും ഒരു ക്യാഷ് പേയ്മെൻറ്റ് വൗച്ചറിൽ അതർ എക്സ്പെൻസ് 200 രൂപ. അത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു ട്രാൻസാക്ഷൻ കൂടി ബാക്കിയുണ്ട്. 250 രൂപ ട്രോളിയുടെ ലോണിലേക്ക് തിരിച്ചടയ്ക്കുന്നു. അത് വീണ്ടും ഒരു ക്യാഷ് പേയ്മെൻറ്റ് തന്നെയാണ്. ക്യാഷ് നമ്മൾ കൊടുക്കുകയാണ്. പക്ഷെ കൊടുക്കുന്ന അക്കൗണ്ട് ബാങ്ക് ലോണാണ്. ബാങ്ക് ലോൺ ഫോർ ട്രോളി. അതിൽ ഓൾറെഡി 10,000 രൂപ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. അതിൽ 250 രൂപ നമ്മൾ ഡെബിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാലൻസ് കുറയുന്നു, നമ്മുടെ ലയബിലിറ്റി കുറയുന്നു. അത്രയും. ഇന്നത്തെ ട്രാൻസാക്ഷൻസ് കഴിഞ്ഞു. എല്ലാ ട്രാൻസാക്ഷനും കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് എത്ര രൂപയാണ് ഇന്നത്തെ ബിസിനസ്സിലൂടെ ലാഭം കിട്ടിയത്. പണം 2-3 വഴിയിൽ നമുക്ക് ചിലവായിരിക്കുന്നു. മൊത്തം പ്രോഫിറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇത് ഒഴിവാക്കി നമുക്ക് പീരീഡ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിലും അത് വന്നിട്ടുണ്ടാവും. ബാലൻസ് ഷീറ്റിൽ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ട്രോളി നമുക്ക് അസറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അതേസമയം ബാങ്ക് ലോൺ ലയബിലിറ്റി ആയിട്ടും വന്നിട്ടുണ്ട്. ₹10,000 ട്രോളി നമുക്ക് അസറ്റാണ്. അതൊരു ക്യാഷല്ല, പക്ഷെ നമ്മുടെ അസറ്റിൽ അത്രയും വന്നു. അതേസമയം നമുക്ക് ലയബിലിറ്റി കൂടി. ബാങ്കിൻ്റെ ലയബിലിറ്റി 10,000 രൂപയിൽ നമുക്ക് 250 രൂപ തിരിച്ചടച്ചു കഴിച്ച് ബാക്കിയുള്ള 9,750 രൂപ അവിടെയുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വാങ്ങിച്ച 2 ലോണിൻ്റെ 1,000 2,000 രൂപയുണ്ട്. ഇതുകൂടാതെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1,000 രൂപ. അങ്ങനെ നമ്മളുടെ ലയബിലിറ്റി കൂടി, അതേസമയം നമ്മുടെ അസറ്റും കൂടി. എപ്പോഴും അത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നുമുണ്ട്. രണ്ടിലും തുല്യമായിരിക്കും. ഇതുവരെ പീരീഡ് വൈസ് നോക്കിയാൽ, പീരീഡ് വൈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കിയാൽ ഇന്നത്തെ മാത്രം പ്രോഫിറ്റ് എത്രയാണെന്ന് കിട്ടും. നമുക്ക് കാണാം 1,800 രൂപ. ഇന്നത്തെ വരവും ചെലവും ഇത്രയൊക്കെയാണ്. ഡയറക്റ്റ് എക്സ്പെൻസായിട്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അതർ എക്സ്പെൻസിൽ 200 രൂപ, പർച്ചേസിൽ 5,000 രൂപ. ഇതാണ് നമ്മുടെ എക്സ്പെൻസ്. സെയിൽസിൽ 7,000 രൂപ. ഇപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായി, 250 രൂപ നമ്മൾ അടച്ചത് എക്സ്പെൻസ് അല്ലേ? അതൊരു എക്സ്പെൻസ് അല്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലയബിലിറ്റി നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്തത്. 10,000 രൂപ ലയബിലിറ്റി ഉണ്ടായിരുന്നത് നമ്മൾ 250 രൂപ
അതിലേക്ക് അടച്ചു കൊടുത്ത് അത് 9,750 രൂപയായി. അപ്പോൾ അത് നമ്മളെ പ്രോഫിറ്റിനെ ബാധിക്കുന്നില്ല. ബാലൻസ് ഷീറ്റ് നമ്മൾ പീരീഡ് വൈസ് അല്ല, മൊത്തം ബാലൻസ് ഷീറ്റാണ് നോക്കുന്നത്. അപ്പോൾ മൊത്തം ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ മൊത്തം പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്ന പ്രോഫിറ്റോ ലോസോ അതിവിടെ പ്രോഫിറ്റാണ്. നെറ്റ് പ്രോഫിറ്റ് 4,300 രൂപ. അത് അതേപോലെ തന്നെ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ വരും. ഇത് ക്യാഷ് സെയിൽസിൻ്റെ ഡീറ്റെയിൽസ്, ഓരോ ലെഡ്ജറിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം. ഇപ്പോൾ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ്, ഓരോ ദിവസവും സെയിൽസ് എത്ര രൂപയ്ക്ക് നടന്നു എന്ന് കിട്ടും. അതേപോലെ പർച്ചേസിൻ്റെ വേണമെങ്കിൽ പർച്ചേസിൻ്റെ ഡീറ്റെയിൽ, ഓരോ ദിവസത്തെയും പർച്ചേസ് എത്ര രൂപയ്ക്കാണ് എന്നുള്ളത് നമുക്ക് കിട്ടും. ഇതാണ് അക്കൗണ്ട്. ഡീറ്റെയിൽഡായിട്ട് അക്കൗണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ഇവിടെ ക്യാഷ് ബുക്ക് നോക്കിക്കഴിഞ്ഞാലും ഇത് മൊത്തമുള്ള ക്യാഷ് ബുക്ക് 1-ാം തീയതി മുതൽ 4-ാം തീയതി വരെ. ഇപ്പോഴത്തെ നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് 7,050 രൂപയാണ്. ഇന്നത്തെ മാത്രമാണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് സെയിം ആയിരിക്കും, പക്ഷേ ട്രാൻസാക്ഷൻസ് കുറയുകയും ഓപ്പണിംഗ് ബാലൻസ് വരികയും ചെയ്യും. ഇന്ന് നമ്മൾ തുടങ്ങിയത് 5,500 രൂപയ്ക്കാണ്. നടന്ന ട്രാൻസാക്ഷൻസ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ക്ലോസ് ചെയ്യുന്നത് 7,050 രൂപയിലാണ്. ഇതാണ് നമ്മുടെ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് പീരീഡ് വൈസ് നമുക്ക് എടുക്കാം. എത്ര ദിവസത്തെ വേണമെങ്കിൽ എത്ര ദിവസത്തെ. ഇത് മുഴുവനായിട്ടുള്ളതാണ്. 1-ാം തീയതി മുതലുള്ള ക്യാഷ് ബുക്കാണ്. അതിൽ എല്ലാ ട്രാൻസാക്ഷൻസും വരും. 5-ാം തീയതി ക്യാഷ് ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇന്നത്തെ ക്യാഷ് ബുക്കിൽ ഓപ്പണിംഗ് ബാലൻസ് 7,050 രൂപയാണ്. ക്ലോസിംഗ് ബാലൻസും 7,050 രൂപയാണ്. പ്രത്യേകിച്ച് ട്രാൻസാക്ഷനൊന്നും നടന്നിട്ടില്ല. ഇന്ന് ഒരുപാട് ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. അത് നമുക്ക് എൻട്രി ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത് 5,000 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങുന്നു, അത് 7,100 രൂപയ്ക്ക് വിൽപ്പന നടത്തുന്നു. മറ്റ് ചിലവുകളായിട്ട് 200 രൂപ. ഇന്നലത്തെ ഇതുപോലെ തന്നെ 250 രൂപ ട്രോളിയുടെ ലോണിലേക്ക് തിരിച്ചടച്ചു. ഇതുകൂടാതെ പുതുതായിട്ട് വന്നൊരു കാര്യം, ഈ ബിസിനസ്സിനിടയ്ക്ക് അദ്ദേഹം ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുകയാണ്. കുറച്ച് പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി ഒരു 200 രൂപ വെച്ച് അടയ്ക്കാൻ തീരുമാനിച്ചു. അതുകൂടാതെ ചെയ്തൊരു കാര്യം, നാസറിൻ്റെ അടുത്തു നിന്ന് വാങ്ങിയിട്ടുള്ള ലോണിൽ 1000 രൂപയിൽ 500 രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം തൻ്റെ ബിസിനസ് സ്ലോ ആയിട്ട് വിപുലപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് അദ്ദേഹം ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങും. പുതുതായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ബാങ്ക്സ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് നമുക്കുണ്ട്. അപ്പോൾ അസറ്റിൻ്റെ കീഴിലാണ് അദ്ദേഹം സേവ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ സേവ് ചെയ്യുന്നതാണ്. അപ്പോൾ സേവിങ്സിന് വേണ്ടിയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ബാങ്ക്സ് എന്ന ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. SBI സേവിങ്സ് എന്ന പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങും. വേണമെങ്കിൽ അക്കൗണ്ട് നമ്പറിൻ്റെ ഒരു ഭാഗം കൂടി അതിലേക്ക് ചേർക്കുന്നത് നന്നായിരിക്കും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു 0 ഓപ്പണിംഗ് ബാലൻസിൽ. ഇനി നമ്മൾ ട്രാൻസാക്ഷൻസിലേക്ക് അടയ്ക്കുകയാണ്. പർച്ചേസ് അക്കൗണ്ടിൽ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് 5,000 രൂപ ക്യാഷ് പേയ്മെൻറ്റ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ സെയിൽസ് അക്കൗണ്ട് വഴി ക്യാഷിലേക്ക് തിരിച്ചെത്തിയത് 7,100 രൂപ. അതിനും ഒരു ക്യാഷ് റെസിപ്റ്റ് വൗച്ചർ ക്രിയേറ്റ് ചെയ്തു. ഇനി അന്ന് നടന്നിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, മറ്റു ചിലവുകൾ 200 രൂപ ട്രോളി
റീപേയ്മെൻറ്റ് 250 രൂപ, അതർ എക്സ്പെൻസ് 200. അതൊരു ക്യാഷ് പേയ്മെൻ്റ് ആണ്. ക്യാഷ് പേയ്മെൻറ്റിൽ തന്നെ അടുത്ത വൗച്ചർ ബാങ്ക് ലോണിലേക്ക് 250 രൂപ തിരിച്ചടയ്ക്കുന്നു. ട്രോളിക്ക് വേണ്ടി എടുത്ത ബാങ്ക് അക്കൗണ്ട്, അതിൽ 250 രൂപ റീപേ ചെയ്യുന്നു. ഇനി നമ്മൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് 200 രൂപ അടയ്ക്കുന്നു. അതും ഒരു ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് എൻട്രി ചെയ്യാം. രൂപ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ അടയ്ക്കുന്നു. ഇനി വന്ന മറ്റൊരു ചെലവ്, നാസറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ള 1000 രൂപ ലോണിലേക്ക് 500 രൂപ തിരിച്ചടയ്ക്കുന്നു. അതും ഒരു ക്യാഷ് പേയ്മെൻ്റ് ആണ്. ലോൺ ഫ്രം നാസർ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് നമ്മളന്ന് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ബാലൻസ് 1000 രൂപ അവിടെ കിടക്കുന്നുണ്ട്. ആ ക്രെഡിറ്റ് ബാലൻസിലേക്ക് 500 രൂപ നമ്മൾ അടച്ചു കൊടുക്കും. നമുക്കവിടെ ബാലൻസ് 500 ക്രെഡിറ്റായി മാറി. ഇന്നത്തെ ട്രാൻസാക്ഷൻസ് മുഴുവൻ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് ലാഭമാണോ നഷ്ടമാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. റിപ്പോർട്ടുകളിൽ പോയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് പെർ പീരീഡ് ഇന്നത്തെ മാത്രം നമ്മൾ എടുക്കുക. ഇന്നത്തെ ലാഭം 1900 രൂപ. എങ്ങനെയാണെന്ന് നോക്കൂ. ഇന്നത്തെ എക്സ്പെൻസ് 5000 രൂപ പർച്ചേസിൽ, അതർ എക്സ്പെൻസ് 200 രൂപ. മറ്റ് 2 പൈസ നമ്മൾ അടച്ചിട്ടുണ്ട്, പക്ഷെ അതൊരിക്കലും ചെലവിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒന്ന് ലോണിലേക്ക് തിരിച്ചടവാണ്, മറ്റൊന്ന് നമ്മുടെ സേവിങ്സിലേക്കുള്ള വരവാണ്. അപ്പോൾ ലയബിലിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. ലയബിലിറ്റി നമ്മുടെ ട്രോളി ലോണിലേക്ക് ലയബിലിറ്റി ഇന്നലത്തെ 250 രൂപ, ഇന്നത്തെ 250 രൂപയും കൂടി 500 രൂപ കുറഞ്ഞു. അതുപോലെ നാസറിൻ്റെ ലോണ് 1000 എന്നുള്ളത് 500 കുറഞ്ഞു. ക്യാഷ് ബാലൻസ് 8000 രൂപയുടെ ഒപ്പം തന്നെ ബാങ്ക് ബാലൻസ് 200 രൂപ കൂടി നമുക്ക് വന്നു. അപ്പോൾ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഇപ്പോഴും ഈക്വൽ തന്നെയാണ്. നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് 6200 രൂപയാണ്. അപ്പോൾ നമ്മൾ കമ്പനി ബിസിനസ് തുടങ്ങിയത് മുതൽ ഇന്ന് വരെയുള്ള നെറ്റ് പ്രോഫിറ്റാണ്. ഇവിടെ നിന്ന് ഓരോ അക്കൗണ്ടിൻ്റെയും നമുക്ക് ഡീറ്റെയിൽസിൽ എടുക്കാം. ഉദാഹരണം നാസറിൻ്റെ ലോൺ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം 500 രൂപ മാത്രമാണ് ബാലൻസ്. അതേപോലെ തോമസ് ലോൺ അക്കൗണ്ട് ആണെങ്കിൽ 1000 രൂപ ബാലൻസ്. ട്രോളിയുടെ കാര്യത്തിലാണെങ്കിൽ കാണാം 10000 രൂപയിൽ നിന്ന് തിരിച്ച് 250, 500 രൂപ തിരിച്ചടച്ചു. ബാക്കി 9500 രൂപ. ഓരോ അക്കൗണ്ടിലും നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. അതുകൂടാതെ മൊത്തം നമ്മളുടെ കമ്പനിയുടെ സാമ്പത്തിക നിലവാരം നമുക്ക് കിട്ടുന്നു. ഇത് ക്യാഷാണ്. ക്യാഷിലുണ്ടായിട്ടുള്ള ട്രാൻസാക്ഷൻ 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇന്നത്തെ മാത്രമാണെങ്കിൽ ഓരോ ദിവസത്തെ മാത്രമായിട്ട് നമുക്ക് എടുക്കാം. 1-ാം തീയതിത്തെ മാത്രം, 1-ഉം 2-ഉം തീയതികളിലെ 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെയുള്ള ക്യാഷ്, 4-ാം തീയതി വരെയുള്ളത്, ഇന്നത്തെ ബാലൻസ് 5-ാം തീയതി വരെയുള്ള ക്യാഷ് ഡീറ്റെയിൽസാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്. ഇത് ബാലൻസ് ഷീറ്റിൽ നമുക്ക് സ്ക്രൂ ഡൗൺ ചെയ്ത് ഓരോ ഡീറ്റെയിൽസും നമുക്ക് എടുക്കാൻ പറ്റും. ഗ്രൂപ്പ് വൈസുള്ള വാല്യൂ അവിടെ കാണാം, സബ് ഗ്രൂപ്പ് വൈസും അതിൻ്റെയും താഴെ അക്കൗണ്ട് വൈസുള്ള വാല്യൂയും നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നെ കാണാൻ കഴിയും. കറണ്ട് അസറ്റ് 8200 രൂപയിൽ ക്യാഷ് 8000 അതിൽ ക്യാഷ് അക്കൗണ്ട് 8000 ആണെന്ന് കാണാം. അതുകൂടാതെ ബാങ്കിൽ 200.
സപ്പോസ് നമ്മൾ ഈ സെയിൽസ് ഇപ്പോൾ നമ്മൾ 7,700 രൂപയ്ക്ക് സെയിൽ നടന്നതുകൊണ്ടാണ് നമുക്കിതുപോലെ ഒരു ലാഭം കിട്ടിയത്. സപ്പോസ് ഇന്നത്തെ കച്ചവടം നടന്നത് മോശമായിരുന്നു, 4,000 രൂപയ്ക്ക് മാത്രമാണ് പച്ചക്കറി വിൽക്കാൻ കഴിഞ്ഞതെങ്കിൽ നമ്മുടെ സെയിൽസ് അക്കൗണ്ട് 4,000-ലാണ് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു പോകുന്നതാണ്. 3,100 രൂപ മാത്രമാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഇതുവരെയുള്ളത്. അത് പീരീഡ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ മാത്രം പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നോക്കിക്കഴിഞ്ഞാൽ അത് നഷ്ടമാണെന്നും ഗുണം. 1,200 രൂപ നഷ്ടത്തിലാണ് ഇന്ന് കച്ചവടം ചെയ്തത്. എന്താണ്, സെയിൽസ് 4,000 മാത്രമാണുള്ളൂവെങ്കിൽ ആ ചേഞ്ച് എല്ലാത്തിലും റിഫ്ലക്റ്റ് ചെയ്യും. ബാലൻസ് ഷീറ്റിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ, ക്യാഷ് ബുക്കിൽ എല്ലാം ആ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. അക്കൗണ്ട് വീണ്ടും പഴയതുപോലെ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാം. 4,000 എന്നുള്ളത് സെയിൽസ് വൗച്ചറിൽ 4,000 നമ്മൾ ചേർത്തത് 7,100 ആണെന്ന് വീണ്ടും ചെയ്താൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണക്ക് പഴയതുപോലെ തന്നെ മാറുന്നതായിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ പ്രോഫിറ്റ് 1,900 മാറി. അതനുസരിച്ച് നെറ്റ് പ്രോഫിറ്റ് 6,200 രൂപയായി. ക്യാഷ് ബാലൻസ് മാറി. ബിസിനസ്സിലുണ്ടായിട്ടുള്ള എല്ലാവിധ ചേഞ്ചസും, വളർച്ചയും തളർച്ചയും എല്ലാം വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.